ഹലോ ഗൈസ്, സൺഡേ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് ലോങ് റൈഡൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. സോളോ റൈഡാണ്. അപ്പോൾ നമുക്കൊന്ന് ലൊക്കേഷനിലേക്ക് പോവാം. അത്യാവശ്യം ഓഫ് റോഡും പിന്നെ നല്ലൊരു അധികം ആൾക്കാരൊന്നും വരാത്ത ഒരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം ചില്ലായിരുന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. പിന്നെ 1-2 മൂവീസ് കാണണം. അങ്ങനെ സൺഡേ കഴിയും. പിന്നെ എപ്പോഴത്തെയും പോലെ നാളെ വർക്കിന് പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഗൈസ്, നമ്മുടെ നല്ല റോഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ മേലോട്ട് കാണുന്ന റൂട്ടിലേക്കാണ് പോകേണ്ടത്. ഇനി അങ്ങോട്ടേക്ക് അത്യാവശ്യം കട്ട് റോഡും കുരുക്കുള്ള റോഡും ആയിരിക്കും. ഗൈസ്, ഇത് പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണ്. റോഡൊക്കെ അത്യാവശ്യം മോശമാണ്, പക്ഷേ വ്യൂ എന്തായാലും കൊള്ളാം. ഈ റൂട്ടിലൊന്നും അധികം ആൾക്കാരില്ല കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. 1-2 ഓഫ് റോഡും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ എത്തും. വലിയ ഓഫ് റോഡൊന്നുമല്ല, പക്ഷേ ഒപ്പിക്കാം. വീസ്ട്രോമിനൊക്കെ പോകാൻ പറ്റിയൊരു ഓഫ് റോഡ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓഫ് റോഡ് ഇവിടം തൊട്ട് തുടങ്ങാണ്. ABS പിടിക്കുന്നതുകൊണ്ട് വണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഓഫ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകൾ. റോഡ് ക്ലോസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതിലേ പോകാൻ പറ്റില്ല. നമുക്ക് റോഡ് ക്ലോസ് ആണ്, തിരിച്ച് പോകേണ്ടി വരും. നമ്മൾ റഷായി കയറുന്നതിലും നല്ലത് ഇങ്ങനെ മെല്ലെ കയറുന്നതാണ്. അതാകുമ്പം സ്കിഡായി വീഴാനുള്ള സാധ്യത പറയും. പിന്നെ ഒറ്റക്കായതുകൊണ്ട് വീണ് കഴിഞ്ഞാൽ രണ്ടാമൊന്ന് എടുത്തിട്ട് നേരെ തിരിച്ചു വെക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ മെയിൻ റോഡ് എത്തിയപ്പോൾ നമുക്ക് ആ ഓഫ് റോഡ് മുഴുവൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അത് കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തിരിച്ച് വളച്ച് പോകണം. ലോങ് റൂട്ടാണ്. നമ്മൾ ഓഫ് റോഡ് കംപ്ലീറ്റ് ആക്കിയിരുന്നെങ്കിൽ ഈ വഴിയായിരുന്നു ഇറങ്ങി വരിക. ഞാൻ കാലാങ്കിലേക്ക് എപ്പോൾ വന്നാലും ആദ്യം ഒന്ന് വഴി കൺഫ്യൂഷനാവും. കാരണം ഡയറക്ഷൻസിൽ ഞാൻ കുറച്ച് മോശമാണ്. അതുകൊണ്ടാണ് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എനിക്ക് വഴി ഓർത്ത് വെക്കാൻ പറ്റില്ല. പുറത്തുള്ള നാട്ടിലൊക്കെ ആണെങ്കിൽ പറ്റും. പിന്നെ സ്വന്തം നാട്ടിലുള്ള വഴി എനിക്ക് പുറത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അത്യാവശ്യം കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ കയറ്റം കയറുന്നത്. ഇപ്പം ഏകദേശം 17 കിലോമീറ്ററാണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത്. റിയൽ ടൈം മൈലേജ് ഉണക്കിയിട്ടാണ്. ഈ കുന്നിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ വേറെയും കുറേ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവർ ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ ആൾട്ടോയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. നമുക്ക് ബൈക്ക് കൊണ്ട് തന്നെ ഏകദേശം കയറും, പക്ഷേ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന തരത്തിലുള്ള റോഡുകളാണ്. അപ്പോൾ അവിടെയാണ് അവർ കാറും ഓട്ടോയൊക്കെ കൊണ്ട് കയറുന്നത്. അത് നമുക്ക് മൈലേജ് 75-93 കാണിക്കുന്നത്, ആവറേജ് മൈലേജ്. അതിനർത്ഥം ഫ്യൂല് കട്ട് ഓഫ് ആകുന്നുണ്ടെന്നുള്ളതാണ്. ഈ ഇറക്കം എത്ര സ്റ്റീപ്പാണെന്നുള്ളത് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല.
കയറ്റവും ഇറക്കവും എല്ലാം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇതാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു മണ്ടത്തരം പറ്റി. ഞാനിങ്ങനെ ക്യാമറയിൽ ഒരു മോഡലിങ്ങനെ സംസാരിച്ച് വരികയായിരുന്നു. ഏകദേശം ഇവിടെ എത്തിയപ്പോഴാണ് ഇപ്പോൾ റെക്കോർഡിംഗ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ തോന്നുന്നത്. നോക്കുമ്പോൾ ചാർജ് തീർന്ന് അസ് യൂഷ്വൽ നമ്മുടെ DJ ഓഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ടാമത് ചാർജ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ റോഡിലേക്കാണ് നമ്മൾ വേറൊരു വ്യൂ പോയിൻ്റ് ഉള്ളത്. കഴിഞ്ഞ തവണ വന്നപ്പം വണ്ടി ഒന്ന് വീണ് മിറർ പൊട്ടിയ റോഡാണത്. വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് താഴോട്ടൊരു ഇറക്കമുണ്ട്, റോഡില്ലാത്തൊരു ഇറക്കം. എൻ്റെ കൂടെ ഒരു ഹിമാലയൻ ഫ്രണ്ടും ഉണ്ട്. ഞങ്ങളുടെ കുത്തിത്തിരിപ്പിന് ഞങ്ങൾ വണ്ടി അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ മഴ പെയ്യുന്ന സമയം കൂടി ആയിരുന്നു. റോഡ് നല്ല സ്ലിപ്പറിയും. വണ്ടി ഇറങ്ങുകയും ചെയ്തു, താഴെ വീഴുകയും ചെയ്തു. പിന്നെ കഷ്ടപ്പെട്ടെടുത്ത് വെച്ച് ഇത് ഹിമാലയൻ ഇതിനേക്കാളും വീൽ ബേസ് ഉണ്ടല്ലോ, അപ്പോൾ തിരിച്ചു വെക്കാനൊന്നും പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ഞങ്ങൾ വണ്ടി തിരിച്ച് വെച്ച് മേലോട്ട് കയറാൻ നോക്കുമ്പോൾ രണ്ടും കയറുന്നുമില്ല. ഫുള്ള് സ്ലിപ്പായി. ഞങ്ങൾ മേലെ എത്തുമ്പോഴേക്ക് ആകെ അവശതയിലായിരുന്നു റോഡിൽ. അതുകൊണ്ട് ഒരു 2-3 വണ്ടിയും കൂടി ഉള്ള സമയത്ത് മഴയില്ലാത്തപ്പോൾ ഒന്നും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. ഇന്ന് അവന്മാരില്ല, അതുകൊണ്ട് ആ റോഡ് നമ്മൾ പോയില്ല. വ്യൂ പോയിൻ്റ് അടിപൊളിയാട്ടോ. വ്യൂ പോയിൻ്റ് അല്ല, വ്യൂ പോയിന്റിലേക്ക് പോകുന്ന കാഴ്ചകൾ അടിപൊളിയാണ്. എനിക്ക് കട്ടറോടും സ്ലാം ചെയ്തെടുക്കാൻ വയ്യ. കോൺസെപ്റ്റ് ഇപ്പോൾ മാറിയേ ഉള്ളൂ. വിശ്വമിൻ്റെ കോമൺ ഇഷ്യൂ ആണ് ഈ കോൺസെപ്റ്റൊക്കെ. ഇനിയിപ്പോൾ രണ്ടാമത് പോയിട്ടുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിലേക്ക് 42 കിലോമീറ്റർ ഒരു ദിവസം മുഴുവൻ അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും. അവരാണെങ്കിൽ എത്ര ദൂരെ നിന്ന് വന്ന കസ്റ്റമറാണെങ്കിലും 3 മണി കഴിയാതെ വണ്ടി തരില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പക്ഷേ സർവീസൊക്കെ അടിപൊളിയാണ്. സുസുക്കിയുടെ സർവീസ് പൊതുവേ മോശമാണെന്നാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ പാർട്സൊക്കെ ഒറ്റ ദിവസം കൊണ്ട് റീപ്ലേസ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഞാൻ രാവിലെ ഒരു 9:30 ആയപ്പോൾ പോയി, ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പം വർക്കൊക്കെ സർവീസും അതുപോലെ ബാക്കിയുള്ള പാർട്സും റീപ്ലേസ് ചെയ്ത് ഒരു വണ്ടി എനിക്ക് തന്നു. മാത്രമല്ല ടെക്നീഷ്യനൊക്കെ നല്ല കമ്പനിയാണ്. കോമഡി എന്താ വെച്ചാൽ ആ സർവീസ് സെൻറ്ററിൽ ബീസ്ട്രോമിൻ്റെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നീഷ്യനേ ഉള്ളൂ. അപ്പോൾ പുള്ളി എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ സർവീസിന് കൊണ്ടുവന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും, അടുത്താണ് വരുന്നവരെ. ഞങ്ങളുടെ നാട് ഇരിട്ടിയാണ്. അപ്പോൾ ഇരിട്ടിയിലൊരു സുസുക്കിയുടെ സർവീസ് സെൻറ്റർ ഉണ്ട്, പക്ഷെ അവർ ബീസ്ട്രോമിൻ്റെ ചെയ്യില്ല. റോഡ് അത്യാവശ്യം ബ്രേക്ക് പിടിച്ചാൽ വീഴാൻ ചാൻസ് ഉണ്ട്. ABSനെ കൊണ്ട് ഭയങ്കര ഇടങ്ങേറാട്ടോ. ഓഫ് റോഡിലെ ഓൺ റോഡിൽ ഒരുപാട് തവണ എൻ്റെ ജീവൻ രക്ഷിച്ച സാധനമാണ്. പലതവണ പണമാകേണ്ടതായിരുന്നു കയ്യിലേക്ക് വരണം. ലൊക്കേഷൻ കുറച്ച് കഴിഞ്ഞു പോയി. ഇവിടുന്ന് തിരിക്കലാണ് കുറച്ച് പാട്. താഴെ പോയി തിരിച്ചിട്ട് വന്നാലോ, അതാണ് ബെറ്റർ ഐഡിയ. ആനയൊക്കെ വരുന്ന റോഡാണ്. താഴേക്കൊക്കെ റോഡ് കാണുന്നുണ്ട്. അവന്മാരും കൂടി ഉണ്ടെങ്കിൽ ധൈര്യത്തിലങ്ങ് ഇറങ്ങായിരുന്നു. ഇറങ്ങാം ഗൈസ്. അപ്പോൾ വണ്ടി ഒരുവിധം തിരിച്ചിട്ടുണ്ട്. അയ്യോ, ഒരു ജീപ്പ് വരുന്നുണ്ടല്ലോ. പണി കിട്ടുമോയെന്നറിയില്ല, പോയി നോക്കാം. ഭാഗ്യത്തിന് കയറും, പക്ഷേ ബാക്ക് ടയർ സ്ലിപ്പാവുന്നതാണ് എൻ്റെ പ്രശ്നം. സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ സ്കിഡായി
ഒരു വഴിയാകും. ഗിയറിലിട്ട് വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഗിയറിലിടും, പക്ഷേ ഗിയർ ബോക്സിന് ലോഡ് വരണ്ട, അതുകൊണ്ടാണ് കട്ട വയ്ക്കുന്നത്. ഓക്കെ, കാഫി ഗൈസ്, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നല്ല അടിപൊളി വൈബാണ്. ഞാൻ കുറച്ച് സമയം ഇവിടെ വന്നിട്ട് ആൾക്കാരുണ്ടായിരുന്നു, അധികം സംസാരിക്കാൻ പറ്റിയില്ല. അവിടെ കുറേ നമ്മുടെ ഏജിലുള്ള കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും തിരിച്ചു പോയി. നമുക്കും തിരിച്ചു പോകാനുള്ള ടൈമായി. എന്തായാലും വണ്ടി കയറിപ്പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മെയിൻ ഓഫ് റോഡ് കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ പരിപാടിയും ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay guys, bye. Thanks for watching.